ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് മത്സര പരീക്ഷകളിലെ ബയോളജി എന്ന പാർട്ടിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്ലാസ് എല്ലാവരും കണ്ടു കാണും, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അന്ന് പറഞ്ഞത്. അതിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ വളരെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം, ബയോളജിയിലെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ക്ലാസ് ആരംഭിക്കുന്നത്. കോശം. എല്ലാവർക്കും അറിയാം കോശം എന്താണ്, മനുഷ്യ ശരീരത്തിലെ കോശം എന്താണ്, കോശത്തിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം പഠിക്കാൻ പോകുന്നത് കോശത്തെ പറ്റിയാണ്. കോശം എന്താണ്, അല്ലെങ്കിൽ കോശത്തിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു ക്ലാസ്. അപ്പോൾ ആദ്യം കോശം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ജീവികളിലെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകമാണ് കോശം. കോശം എന്താണ്? ജീവികളിലെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകമാണ് കോശം. കോശം അല്ലെങ്കിൽ സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. സെൽ ഈസ് ദി ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. അപ്പോൾ ആദ്യമായി കോശം കണ്ടെത്തിയത് ആരാണ്? കോശം കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ റോബർട്ട് ഹൂക്കാണ്. കോശം കണ്ടെത്തിയത്, ഹ്യൂമൻ സെല്ല് കണ്ടെത്തിയത്, മനുഷ്യൻ്റെ കോശം കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? റോബർട്ട് ഹൂക്കാണ്. റോബർട്ട് ഹൂക്കാണ് ആദ്യമായി കോശം കണ്ടെത്തിയത്. ഇനി കോശത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? ദ സ്റ്റഡി ഓഫ് സെൽസ്. കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. അപ്പോൾ ജീവികളിലെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകമാണ് കോശം. കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. ഇനി ആദ്യമായി കോശം കണ്ടെത്തിയത് റോബർട്ട് ഹൂക്കാണ്. ആദ്യമായി ഒരു കോശം കണ്ടെത്തിയത് റോബർട്ട് ഹൂക്കാണ്. അങ്ങനെയാണെങ്കിൽ ഫാദർ ഓഫ് സൈറ്റോളജി, സൈറ്റോളജിയുടെ പിതാവ്, കോശത്തെക്കുറിച്ചുള്ള പഠിക്കുന്ന ശാഖയാണ് സൈറ്റോളജി. അങ്ങനെയാണെങ്കിൽ സൈറ്റോളജിയുടെ പിതാവാണ് ആര്? റോബർട്ട് ഹൂക്ക്. സൈറ്റോളജിയുടെ പിതാവ് ആരാണ്? റോബർട്ട് ഹൂക്ക്. ഇപ്പോൾ റോബർട്ട് ഹൂക്കിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫാദർ ഓഫ് സൈറ്റോളജി. പിന്നെ ആദ്യമായി ഒരു കോശം കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ റോബർട്ട് ഹൂക്കാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് രണ്ട് വ്യക്തികൾ ചേർന്നാണ്, എം.ജെ. സ്ലീഡനും തിയോഡോർ ഷോനും. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് എം.ജെ. സ്ലീഡനും തിയോഡോർ ഷോനും. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് എം.ജെ. സ്ലീഡനും തിയോഡോർ ഷോനുമാണ്. ഇനി കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് ആരാണ്? മോഡിഫൈ ചെയ്തതാണ് കോശ സിദ്ധാന്തത്തെ പരിഷ്കരിച്ചത്. അപ്പോൾ ഇവർ രണ്ടുപേരും കണ്ടെത്തിയ കോശ സിദ്ധാന്തത്തെ മറ്റൊരാൾ പരിഷ്കരിച്ചു. ആരാണ് പരിഷ്കരിച്ചത്? റുഡോൾഫ് വിർഷോ. കോശ സിദ്ധാന്തത്തെ പരിഷ്കരിച്ചത് ആരാണ്? റുഡോൾഫ് വിർഷോ. ഇനി മുമ്പ് നിലനിന്നിരുന്ന കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതുകോശങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രസ്താവിച്ചത് ആരാണ് എന്ന് ചോദിച്ചാലും റുഡോൾഫ് വിർഷോ. അപ്പോൾ റുഡോൾഫ് വിർഷോ രണ്ട് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. എന്തൊക്കെയാണ്? കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് റുഡോൾഫ് വിർഷോ, മുൻപ് നിലനിന്നിരുന്ന കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതുകോശങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞതും റുഡോൾഫ് വിർഷോ. പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി നോക്കാം. ആദ്യമായി പറഞ്ഞത് കോശത്തിൻ്റെ ക്വസ്റ്റ്യനാണ്. എന്താണ് പറഞ്ഞത്? ജീവികളിലെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകമാണ് ഏത്? കോശം. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകമാണ് എന്തെന്ന് പറയുന്നത്? കോശം. ഇനി കോശത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് സൈറ്റോളജി. കോശത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് സൈറ്റോളജി. അങ്ങനെയാണെങ്കിൽ ഫാദർ ഓഫ് സൈറ്റോളജി, ഫാദർ ഓഫ് സൈറ്റോളജി ആരാണ്? റോബർട്ട് ഹൂക്കാണ്. ഫാദർ ഓഫ് സൈറ്റോളജി ആരാണെന്ന് ചോദിച്ചാൽ റോബർട്ട് ഹൂക്കാണ്. ഇനി അടുത്ത പറഞ്ഞ റോബർട്ട് ഹൂക്കിന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞത്? ആദ്യമായി ഒരു കോശം കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ റോബർട്ട് ഹൂക്കാണ്. ആദ്യമായി ഒരു കോശം കണ്ടെത്തിയത് റോബർട്ട് ഹൂക്കാണ്. ഇനി കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? രണ്ടുപേര് ചേർന്നാൽ ആരൊക്കെയാണ്? എം.ജെ. സ്ലീഡനും തിയോഡോർ ഷോനും. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് എം.ജെ. സ്ലീഡനും തിയോഡോർ ഷോനും. പിന്നെ പറഞ്ഞ അടുത്തൊരു ക്വസ്റ്റ്യൻ റുഡോൾഫ് വിർഷോ. കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ റുഡോൾഫ് വിർഷോ. റുഡോൾഫ് വിർഷോയുടെ ഒരു ക്വസ്റ്റ്യനും കൂടി പറഞ്ഞു. എന്താണ് ആ ക്വസ്റ്റ്യൻ? മുൻപ് നിലനിന്നിരുന്ന കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതുകോശങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞത് റുഡോൾഫ് വിർഷോയാണ്. എന്ന് പ്രസ്താവിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ റുഡോൾഫ് വിർഷോയാണ്. ഇനി ജീവനുള്ള കോശം ആദ്യമായി ഒരു ജീവനുള്ള കോശം കണ്ടെത്തിയത് ആന്റൺ വാൻ ലുവൻഹോക്കാണ്. ആദ്യമായി ഒരു ജീവനുള്ള കോശം കണ്ടെത്തിയത് ആന്റൺ വാൻ ലുവൻഹോക്കാണ്. ആദ്യമായി ജീവനുള്ള കോശം കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ലുവൻഹോക്ക്. ലിവിങ് എന്ന് ചേർത്ത് പഠിച്ചു വയ്ക്കുക, അങ്ങനെ ഓർക്കുക, അപ്പോൾ തെറ്റിപ്പോകാതിരിക്കും. അപ്പോൾ ആദ്യമായി ഒരു കോശം കണ്ടെത്തിയത് റോബർട്ട് ഹൂക്ക്, എന്നാൽ ആദ്യമായി ഒരു ജീവനുള്ള കോശം കണ്ടെത്തിയതാണെങ്കിൽ ലീവൻ ഓർത്ത് വയ്ക്കുക, ആന്റൺ വാൻ ലുവൻഹോക്കാണ്. അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, ഫാദർ ഓഫ് മൈക്രോബയോളജി. മൈക്രോബയോളജിയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആന്റൺ വാൻ ലുവൻഹോക്ക്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്?
ജീവികളിലെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകമാണ് കോശം. കോശത്തെക്കുറിച്ചുള്ള പഠനം പഠിക്കുന്ന ശാസ്ത്രശാഖ അല്ലെങ്കിൽ കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. ഫാദർ ഓഫ് സൈറ്റോളജി റോബർട്ട് ഹൂക്ക്. ഇനി ആദ്യമായി കോശം കണ്ടെത്തിയത് റോബർട്ട് ഹൂക്ക്. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് രണ്ടുപേരാണ്. ആരൊക്കെയാണ്? MJ സ്ലീഡനും തിയോഡോർ ഷോനുമാണ്. അപ്പോൾ അവിടെ വേറൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു, കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് ആരാണ്? റുഡോൾഫ് വിർഷയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ പറഞ്ഞത് മുൻപ് നിലനിന്നിരുന്ന കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതുകോശങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രസ്താവിച്ചത് ആരാണ്? റുഡോൾഫ് വിർഷയാണ്. ഇനി മറ്റൊരു കാര്യം പറഞ്ഞ ആദ്യമായി ജീവനുള്ള കോശം കണ്ടെത്തിയത് ജീവനുള്ള കോശം കണ്ടെത്തിയത് ആന്റൺ വാൻ ല്യൂവൻഹൂക്കാണ്. ജീവനുള്ള കോശം കണ്ടെത്തിയത് ആന്റൺ വാൻ ല്യൂവൻഹൂക്കാണ്. ഫാദർ ഓഫ് മൈക്രോബയോളജി, മൈക്രോബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആന്റൺ വാൻ ല്യൂവൻഹൂക്കാണ്. ഇനി പൊതുവായ ഘടനയും സ്വഭാവവുമുള്ള കോശ സമൂഹങ്ങളാണ് കലകൾ അഥവാ ടിഷ്യൂസ്. എന്താണ് പറഞ്ഞത്? പൊതുവായ ഘടനയും സ്ട്രക്ചറും പൊതുവായ ഘടനയും സ്വഭാവവുമുള്ള ക്യാരക്ടറുമുള്ള കോശ സമൂഹങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കലകൾ അഥവാ ടിഷ്യൂസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കലകളെക്കുറിച്ചുള്ള പഠനം സ്റ്റഡി ഓഫ് ടിഷ്യൂസ്, ടിഷ്യൂസിനെ കുറിച്ചുള്ള പഠനമാണ് ഹിസ്റ്റോളജി. കലകളെക്കുറിച്ചുള്ള പഠനമാണ് ഹിസ്റ്റോളജി. ഫാദർ ഓഫ് ഹിസ്റ്റോളജി, കലകളെക്കുറിച്ചുള്ള പഠനമായ ഹിസ്റ്റോളജിയുടെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ മേരി ബിജറ്റ്. അപ്പോൾ പൊതുവായ ഘടനയും സ്വഭാവമുള്ള കോശ സമൂഹങ്ങളാണ് കലകൾ അഥവാ ടിഷ്യൂസ്. സ്റ്റഡി ഓഫ് ടിഷ്യൂസ് ആണെങ്കിൽ ഹിസ്റ്റോളജി, സ്റ്റഡി ഓഫ് ടിഷ്യൂസ് ആണെങ്കിൽ ഹിസ്റ്റോളജി. എങ്കിൽ ഫാദർ ഓഫ് ഹിസ്റ്റോളജി ആരാണ്? മേരി ബിജറ്റ്, മേരി ബിജറ്റ്. ഓക്കെ, ഫാദർ ഓഫ് ഹിസ്റ്റോളജിയാണ് മേരി ബിജറ്റ്. ഇനി കോശത്തിൻ്റെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത് കോശമർമ്മം അഥവാ ന്യൂക്ലിയസ് ആണ്. കോശത്തിൻ്റെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത് കോശമർമ്മം അഥവാ ന്യൂക്ലിയസ് ആണ്. ഇനി കോശപ്രവർത്തനങ്ങളുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നതും ന്യൂക്ലിയസ് ആണ്. കോശത്തിൻ്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് ആണ്. ഇനി കോശപ്രവർത്തനങ്ങളുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നതും ന്യൂക്ലിയസ് ആണ്. കോശത്തിനകത്ത് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ആണ്. ഇനി കോശ മസ്തിഷ്കം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ആണ്. കോശ മസ്തിഷ്കം എന്നറിയപ്പെടുന്നത് ബ്രെയിൻ ഓഫ് സെല്ല്, കോശ മസ്തിഷ്കം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ആണ്. ഇനി ന്യൂക്ലിയസോടെ കൂടിയ കോശങ്ങളുണ്ട്, ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളുണ്ട്. ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളാണ് പ്രോകാരിയോട്ടിക് സെൽസ്. ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളാണ് പ്രോകാരിയോട്ടിക് സെൽസ്. ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളാണ് പ്രോകാരിയോട്ട്. ന്യൂക്ലിയസോട് കൂടിയ കോശങ്ങളാണ് യൂക്കാരിയോട്ട്. ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളെ പ്രോകാരിയോട്ട് എന്നും ന്യൂക്ലിയസോട് കൂടിയ കോശങ്ങളെ യൂക്കാരിയോട്ട് എന്നും അറിയപ്പെടുന്നു. ഇനി മറ്റൊരു കാര്യം, കോശത്തിൻ്റെ ഘടന ആദ്യമായിട്ട് ചിത്രീകരിച്ച ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ കോശത്തിൻ്റെ. ഇപ്പോൾ അനിമൽ സെല്ലിനും പ്ലാന്റ് സെല്ലിനും അങ്ങനെ രണ്ട് കോശങ്ങളുണ്ട്. അങ്ങനെ ഈ കോശത്തിൻ്റെ ഘടന ആദ്യമായിട്ട് ചിത്രീകരിച്ച പുസ്തകമാണ് മൈക്രോഗ്രാഫിയ. കോശഘടന ആദ്യമായിട്ട് ചിത്രീകരിച്ച പുസ്തകമാണ് മൈക്രോഗ്രാഫിയ. ഇനി നമ്മൾ ന്യൂക്ലിയസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, സെൽ ന്യൂക്ലിയസ്, കോശമർമ്മം നമ്മൾ പറഞ്ഞിരുന്നു. അത് കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ റോബർട്ട് ബ്രൗൺ ആണ്. കോശമർമ്മം അഥവാ സെൽ ന്യൂക്ലിയസ് വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ ആരാണെന്ന് ചോദിച്ചാൽ റോബർട്ട് ബ്രൗൺ ആണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. പൊതുവായ ഘടനയും സ്വഭാവവുമുള്ള കോശ സമൂഹമാണ് കലകൾ അഥവാ ടിഷ്യൂസ്. ഇനി കലകളെക്കുറിച്ചുള്ള പഠനമാണ് ഹിസ്റ്റോളജി. ഫാദർ ഓഫ് ഹിസ്റ്റോളജി മേരി ബിജറ്റ്. ഫാദർ ഓഫ് ഹിസ്റ്റോളജിയാണ് മേരി ബിജറ്റ്. ഇനി ന്യൂക്ലിയസിൻ്റെ ക്വസ്റ്റ്യൻ, കോശമർമ്മത്തിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ് നമ്മൾ പറഞ്ഞത്? കോശത്തിൻ്റെ കേന്ദ്രഭാഗം അല്ലെങ്കിൽ കോശ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ആണ് അഥവാ മർമ്മമാണ്. ഇനി അടുത്ത പറഞ്ഞതാണ് കോശ മസ്തിഷ്കം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് അഥവാ മർമ്മമാണ്. കോശ മസ്തിഷ്കം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് അഥവാ മർമ്മമാണ്. ഇനി കോശമർമ്മം കണ്ടെത്തിയത് ആരാണെന്ന് പറഞ്ഞു? റോബർട്ട് ബ്രൗൺ ആണ്. കോശമർമ്മമാണ്, അങ്ങനെ തന്നെ പഠിക്കണം. കോശമർമ്മം കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ റോബർട്ട് ബ്രൗൺ ആണ്. ഇനി ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളാണ് പ്രോകാരിയോട്ടിക് അല്ലെങ്കിൽ പ്രോകാരിയോട്ട് സെല്ല്. ന്യൂക്ലിയസ് ഇല്ലാത്ത കോശമാണ് പ്രോകാരിയോട്ട്. ഇനി ന്യൂക്ലിയസോട് കൂടിയ കോശങ്ങളാണ് യൂക്കാരിയോട്ട്. ഇനി കോശഘടന ആദ്യമായിട്ട് ചിത്രീകരിച്ച പുസ്തകമാണ് ഏതെന്ന് പറയുന്നത്? മൈക്രോഗ്രാഫിയ. കോശഘടന ആദ്യമായിട്ട് ചിത്രീകരിച്ച പുസ്തകമാണ് മൈക്രോഗ്രാഫി. ആദ്യമായിട്ട് ഈ കോശത്തിൻ്റെ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് ചിത്രീകരിച്ച പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ മൈക്രോഗ്രാഫിയാണ്. നമ്മളെല്ലാവരും കോശഭിത്തിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? കോശഭിത്തി അഥവാ സെൽ വാളിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, നമുക്കറിയാം. അപ്പോൾ ഈ കോശഭിത്തി കാണപ്പെടുന്നത് ഏത് കോശത്തിലാണ്? സസ്യകോശത്തിലാണോ ജന്തുകോശത്തിലാണോ കോശഭിത്തി അഥവാ സെൽ വാൾ കാണപ്പെടുന്നത്? ഏത് കോശത്തിലാണ്? പ്ലാന്റ് സെല്ലിലാണ് അഥവാ സസ്യകോശത്തിലാണ് എന്ത് കാണപ്പെടുന്നത്? കോശഭിത്തി കാണപ്പെടുന്നത്.
കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാം. കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥമാണ് സെല്ലുലോസ്. കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ഏതാണെന്ന് ചോദിച്ചാൽ സെല്ലുലോസ് ആണ്. ഓക്കെ, ഇനി കോശഭിത്തിയിൽ കാണപ്പെടുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? എലമെന്റ്സ് പ്രസന്റ് ഇൻ ദി സെൽ വാളിൽ കാണപ്പെടുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കാൽസ്യവും മെഗ്നീഷ്യവും. കോശഭിത്തിയിൽ കാണപ്പെടുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? കാൽസ്യവും മെഗ്നീഷ്യവും. ഇനി നമുക്ക് കുറച്ച് വിശേഷണങ്ങൾ, കോശവുമായി ബന്ധപ്പെട്ട കുറച്ച് വിശേഷണങ്ങളോട്ട് പോകാം. ആദ്യമായിട്ട് പറയുന്നത് കോശത്തിനകത്തെ വർക്ക് ഹോഴ്സ് അഥവാ പ്രവൃത്തിയെടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നത് പ്രോട്ടീൻസ് അഥവാ മാംസ്യമാണ്. കോശത്തിനകത്തെ വർക്ക് ഹോഴ്സ് അഥവാ പ്രവൃത്തിയെടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ പ്രോട്ടീൻ അഥവാ മാംസ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കോശത്തിനകത്തെ പവർ ഹൗസ് അല്ലെങ്കിൽ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നത് ആരാണ്? മൈറ്റോകോൺട്രിയാണ്. കോശത്തിനകത്തെ പവർ ഹൗസ് അല്ലെങ്കിൽ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നത് ആരാണ്? മൈറ്റോകോൺട്രിയാണ്. കോശത്തിനകത്തെ പവർ ഹൗസ് അല്ലെങ്കിൽ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ മൈറ്റോകോൺട്രിയാണ്. അടുത്തത് കോശാസ്ഥ്യകൂടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ മലയാളം വേർഡും ഇംഗ്ലീഷ് വേർഡും പഠിച്ച് ചേർത്ത് തന്നെ പഠിച്ചു പോവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം നമുക്ക് ഡിഗ്രി ലെവൽ എക്സാമും അറ്റൻഡ് ചെയ്യേണ്ടതാണ്, അതുപോലെ 10th ലെവൽ ബേസ് ലെവൽ എക്സാമും അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ രണ്ട് വേർഡും പഠിച്ച് തന്നെ പോകാൻ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ ഏത് എടുത്താലും മാത്സ് ആയാലും ഏതായാലും എന്ത് പഠിക്കുക? മലയാളം വേർഡും ഇംഗ്ലീഷ് വേർഡും ചേർത്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അങ്ങനെയാണെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മലയാളം അന്തർദ്രവ്യ ജാലിക. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ മലയാളമാണ് അന്തർദ്രവ്യ ജാലിക. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അഥവാ അന്തർദ്രവ്യ ജാലിക. അടുത്തത് ആത്മഹത്യാ സഞ്ചികൾ. കോശത്തിനകത്തെ ആത്മഹത്യാ സഞ്ചികൾ അല്ലെങ്കിൽ സൂയിസൈഡൽ ബാഗ്സ് എന്നറിയപ്പെടുന്നത് ലൈസോസോമാണ്. കോശത്തിനകത്തെ ആത്മഹത്യാ സഞ്ചികൾ അഥവാ സൂയിസൈഡൽ ബാഗ്സ് എന്നറിയപ്പെടുന്നത് ആരാണ്? ലൈസോസൈമാണ്. കോശത്തിനകത്തെ ആത്മഹത്യാ സഞ്ചികൾ അഥവാ സൂയിസൈഡൽ ബാഗ്സ് എന്നറിയപ്പെടുന്നത് ലൈസോസൈമാണ്. ഇനി കോശത്തിനകത്തെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് ATP ആണ്. കോശത്തിനകത്തെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് ATP ആണ്. ATPയുടെ ഫുൾ ഫോം അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ATPയുടെ ഫുൾ ഫോം ആണ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. മറക്കരുത്. അപ്പോൾ കോശത്തിനകത്തെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് ATP ആണ്. ഇനി കോശത്തിനകത്തെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾഗി കോംപ്ലക്സ് ആണ് അഥവാ ഗോൾഗി അപ്പാരറ്റസ്. കോശത്തിനകത്തെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾഗി കോംപ്ലക്സ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി പറയാം. ആദ്യം പറഞ്ഞത് എന്താണ്? കോശഭിത്തിയെ കുറിച്ചാണ് പറഞ്ഞത്. കോശഭിത്തി കാണപ്പെടുന്നത് ഏത് കോശത്തിലാണ്? സസ്യകോശത്തിലാണ്. കോശഭിത്തി അഥവാ സെൽ വാൾ കാണപ്പെടുന്നത് ഏത് കോശത്തിലാണ്? സസ്യകോശത്തിലാണ്. അടുത്ത പറഞ്ഞത് കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥമാണ് സെല്ലുലോസ്. കോശഭിത്തിയിലുള്ള മൂലകങ്ങൾ ഏതൊക്കെയാണ്? കോശഭിത്തിയിൽ കാണപ്പെടുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? കാൽസ്യവും മെഗ്നീഷ്യവും. കോശഭിത്തിയിൽ കാണപ്പെടുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? കാൽസ്യവും മെഗ്നീഷ്യവും. ഇനി കുറച്ച് വിശേഷണങ്ങളാണ് പറഞ്ഞത്. ഏതൊക്കെയാണ്? ആദ്യമായി പറഞ്ഞത് കോശത്തിനകത്തെ വർക്ക് ഹോഴ്സ് അഥവാ പ്രവൃത്തിയെടുക്കുന്ന കുതിരകൾ. ഏതാണത്? പ്രോട്ടീൻസ് അഥവാ മാംസ്യമാണ്. ഇനി കോശത്തിനകത്തെ പവർ ഹൗസ് അഥവാ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയാണ്. കോശത്തിനകത്തെ പവർ ഹൗസ് അഥവാ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയാണ്. അടുത്ത കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അഥവാ അന്തർദ്രവ്യ ജാലിക. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അഥവാ അന്തർദ്രവ്യ ജാലിക. അടുത്ത കോശത്തിനകത്തെ ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നത് ലൈസോസൈമാണ്. കോശത്തിനകത്തെ ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്ന സൂയിസൈഡൽ ബാഗ്സ് എന്നറിയപ്പെടുന്നത് ലൈസോസൈമാണ്. അടുത്ത പറഞ്ഞത് കോശത്തിനകത്തെ എനർജി കറൻസി ഓഫ് സെൽ എന്നറിയപ്പെടുന്നത് ATPയുടെ ഫുൾ ഫോം പറഞ്ഞപ്പോൾ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് കോശത്തിനകത്തെ ട്രാഫിക് പോലീസ് ആണ് ഗോൾഗി കോംപ്ലക്സ്. ഇനി കോശ ശ്വസനം, ATP സംശ്ലേഷണം. ഇതൊക്കെയാണ് കോശ ശ്വസനം, ATP സംശ്ലേഷണം എന്നിവ നടക്കുന്നത് ഏത് കോശാംഗത്തിൽ വെച്ചിട്ടാണ് കോശ ശ്വസനവും സെൽ ബ്രീത്തിങ് കോശ ശ്വസനവും ATP സംശ്ലേഷണവും ATP സംശ്ലേഷണവും നടക്കുന്നത് ഏത് കോശാംഗത്തിൽ വെച്ചാണെന്ന് ചോദിച്ചാൽ മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ്. ഏത് കോശാംഗത്തിലാണ്? മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ് കോശ ശ്വസനവും ATP സംശ്ലേഷണവും നടക്കുന്നത്. ഇനി മറ്റൊരു
സ്വന്തം കോശാംഗങ്ങളെ തന്നെ ദഹിപ്പിക്കാൻ കഴിവുള്ള കോശഘടകം ഏതാണ്? സ്വന്തം കോശാംഗങ്ങളെ തന്നെ, സെൽ ഓർഗനൽസിനെ തന്നെ, അതാണ് കോശാംഗങ്ങൾ. സ്വന്തം കോശാംഗങ്ങളെ തന്നെ ദഹിപ്പിക്കാൻ കഴിവുള്ള കോശഘടകം ഏതാണ് എന്ന് ചോദിച്ചാൽ ലൈസോസോമാണ്. സ്വന്തം കോശാംഗങ്ങളെ തന്നെ ദഹിപ്പിക്കാൻ കഴിവുള്ള കോശഘടകമാണ് ലൈസോസോം. ഇങ്ങനെ ലൈസോസോം സ്വന്തം കോശാംഗങ്ങളെ ദഹിപ്പിക്കുന്ന ആ പ്രക്രിയയാണ് ആട്ടോഫാഗി. എന്താണ് ആട്ടോഫാഗി? സ്വന്തം കോശാംഗങ്ങളെ തന്നെ ദഹിപ്പിക്കുന്ന, ലൈസോസോം സ്വന്തം കോശാംഗങ്ങളെ തന്നെ ദഹിപ്പിക്കുന്ന ആ പ്രക്രിയയെ നമ്മൾ എന്തെന്ന് പറയും? ആട്ടോഫാഗി എന്ന് പറയും. ആട്ടോഫാഗി എന്ന് പറയും. നോക്കുക, ഓട്ടോഫാഗി. ഇനി ജീവന്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് പ്രോട്ടോപ്ലാസമാണ്. ജീവന്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് പ്രോട്ടോപ്ലാസം അഥവാ കോശദ്രവമാണ്. കോശദ്രവം, ജീവന്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് പ്രോട്ടോപ്ലാസം അഥവാ കോശദ്രവമാണ്. ഇനി പ്രോട്ടോപ്ലാസത്തെ ജീവന്റെ കണിക എന്ന് വിശേഷിപ്പിച്ചത് TH ഹക്സ്ലിയാണ്. പ്രോട്ടോപ്ലാസത്തെ ജീവന്റെ കണിക എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ TH ഹക്സ്ലിയാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ, ഏറ്റവും വലിയ ഏകകോശ ജീവി ഏതാണ്? ഏറ്റവും വലിയ ഏകകോശ ജീവി ഏതാണെന്ന് ചോദിച്ചാൽ അസറ്റോബുലേറിയ. ഏറ്റവും വലിയ ഏകകോശ ജീവി ഏതാണ്? അസറ്റോബുലേറിയ. അപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി പറയാം. കോശ ശ്വസനം, ATP സംശ്ലേഷണം അഥവാ ATP സിന്തസിസ് നടക്കുന്നത് ഏത് കോശാംഗത്തിൽ വെച്ചിട്ടാണ്? മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ്. അടുത്ത പറഞ്ഞത്, സ്വന്തം കോശാംഗങ്ങളെ തന്നെ ദഹിപ്പിക്കാൻ കഴിവുള്ള കോശഘടകം ഏതാണ് എന്ന് ചോദിച്ചാൽ ലൈസോസോം. ലൈസോസോം, സൂയിസൈഡൽ ബാഗ്സ് എന്നറിയപ്പെടുന്ന ലൈസോസോമാണ്. ഇനി സ്വന്തം കോശാംഗങ്ങളെ തന്നെ ലൈസോസോം നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ദഹിപ്പിക്കുന്ന ആ പ്രക്രിയ അറിയപ്പെടുന്നത് ആട്ടോഫാഗി. ആ പ്രക്രിയയാണ് ആട്ടോഫാഗി. ഇനി ജീവന്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് പ്രോട്ടോപ്ലാസം അഥവാ എന്താണ്? കോശദ്രവമാണ്. പ്രോട്ടോപ്ലാസം മലയാളം കൂടെ പഠിച്ചു വയ്ക്കുക. പ്രോട്ടോപ്ലാസം അഥവാ കോശദ്രവം. പ്രോട്ടോപ്ലാസം അഥവാ കോശദ്രവമാണ് ജീവന്റെ അടിസ്ഥാന ഘടകം. ജീവന്റെ കണിക എന്ന പ്രോട്ടോപ്ലാസത്തെ വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ TH ഹക്സ്ലിയാണ്. ജീവന്റെ കണിക എന്ന് പ്രോട്ടോപ്ലാസത്തെ വിശേഷിപ്പിച്ചത് TH ഹക്സ്ലിയാണ്. ഏറ്റവും വലിയ ഏകകോശ ജീവിയാണ് അസറ്റോബുലേറിയ. ഏറ്റവും വലിയ ഏകകോശ ജീവി ഏതാണെന്ന് ചോദിച്ചാൽ അസറ്റോബുലേറിയ. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ കോശം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശമാണ് അണ്ഡകോശം അഥവാ ഓവം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശമാണ് അണ്ഡകോശം അഥവാ ഓവം. അങ്ങനെയാണെങ്കിൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശമാണ് സ്പേം അഥവാ പുംബീജം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശമാണ് സ്പേം അഥവാ പുംബീജം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഏതാണ്? നാഡീകോശമാണ്. അപ്പോൾ ഏറ്റവും വലിയ കോശം അണ്ഡകോശം അഥവാ ഓവം, ഏറ്റവും ചെറിയ കോശം പുംബീജം അഥവാ സ്പേം, ഏറ്റവും നീളം കൂടിയ കോശം നാഡീകോശം അഥവാ നെർവ് സെൽ. നാഡീകോശം അഥവാ നെർവ് സെല്ലാണ് ഏറ്റവും നീളം കൂടിയ കോശം. ആ സ്ട്രക്ചർ ഓർമ്മിക്കുക നാഡീകോശത്തിൻ്റെ. അപ്പോൾ ഏറ്റവും നീളം കൂടിയ കോശം ഏതാണ്? നാഡീകോശം അഥവാ നെർവ് സെൽ. ഇനി മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശം, മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശം ഏതാണ്? അരുണ രക്താണുക്കളാണ്. മനുഷ്യശരീരത്തിൽ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശമാണ് അരുണ രക്താണുക്കൾ അഥവാ RBC, റെഡ് ബ്ലഡ് കോർപ്പസൽസ്. നമ്മൾ ബ്ലഡിൻ്റെ വേറൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം ക്ലാസ്സിൽ. അപ്പോൾ മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ RBC ആണ്. ഏറ്റവും ആയുസ് കൂടിയ രക്തകോശമാണ് RBC. ഏറ്റവും ആയുസ് കൂടിയ രക്തകോശമാണ് RBC. എത്ര ദിവസമാണെന്ന് ചോദിച്ചാൽ 120 ദിവസമാണ്. RBCയുടെ ആയുസ് 120 ദിവസമാണ് നമ്മൾ ശരാശരി പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തകോശമാണ് RBC. ഇനി മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശം എന്ന് ചോദിച്ചാലും RBC ആണ്. ഇനി RBCയുടെ ആയുസ് എത്രയാണ്? 120 ദിവസമാണ്. RBCയുടെ ആയുസ് എത്രയാണ്? 120 ദിവസമാണ്. ഇനി മനുഷ്യശരീരത്തിലെ ഏറ്റവും ആയുസ് കൂടിയ കോശം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആയുസ് കൂടിയ കോശം നാഡീകോശമാണ്, 100 വർഷം. RBCയുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? രണ്ടും കൂടെ കൺഫ്യൂസ് ചെയ്യിക്കരുത്. RBCയുടെ ക്വസ്റ്റ്യൻ എന്താണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആയുസ് കൂടിയ രക്തകോശമാണ് RBC. മനുഷ്യശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള കോശം എന്ന് ചോദിച്ചാലും RBC ആണ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും ആയുസ് കൂടിയ രക്തകോശം എന്ന് ചോദിക്കുകയാണെങ്കിൽ RBC. എന്നാൽ മനുഷ്യശരീരത്തിലെ ഏറ്റവും ആയുസ് കൂടിയ കോശം എന്ന് ചോദിച്ചാൽ നാഡീകോശമാണ്. എത്ര വർഷമാണ്? 100 വർഷമാണ്. അപ്പോൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. ആദ്യം മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ കോശം
അണ്ഡകോശം അഥവാ ഓവം. മനുഷ്യരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ഡകോശം അഥവാ ഓവം. ഇനി മനുഷ്യരത്തിലെ ഏറ്റവും ചെറിയ കോശം ബീജം അഥവാ സ്പേം. മനുഷ്യരത്തിലെ ഏറ്റവും ചെറിയ കോശം ബീജം അഥവാ സ്പേം. ഇനി മനുഷ്യരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശമാണ് നാഡീകോശം അഥവാ നെർവ് സെൽ. മനുഷ്യരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശമാണ് നാഡീകോശം അഥവാ നെർവ് സെൽ. ഈ മനുഷ്യരത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശമാണ് അരുണ രക്താണുക്കൾ അഥവാ RBC, റെഡ് ബ്ലഡ് കോർപ്പസൽസ്. RBC, റെഡ് ബ്ലഡ് കോർപ്പസൽസ് എന്ന് പറയും. ഇനി RBCയുടെ ആയുസാണ് എത്ര? 120 ദിവസം. ഏറ്റവും ആയുസ് കൂടിയ മനുഷ്യശരീരത്തിലെ ഏറ്റവും ആയുസ് കൂടിയ രക്തകോശമാണ് RBC. മനുഷ്യശരീരത്തിലെ ഏറ്റവും ആയുസ് കൂടിയ രക്തകോശമാണ് RBC. എത്ര പറഞ്ഞു? 120 ദിവസം. അപ്പൊ നമ്മുടെ നെർവ് സെല്ലിന്റെ ക്വസ്റ്റ്യൻ എന്താണ്? ലാസ്റ്റത്തെ ഏറ്റവും ആയുസ് കൂടിയ കോശം, മനുഷ്യശരീരത്തിലെ ഏറ്റവും ആയുസ് കൂടിയ കോശം എന്ന് വെച്ചാൽ നാഡീകോശം 100 വർഷം. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഫോബിയാസ് പഠിക്കാം. അപ്പോൾ ഓരോ ക്ലാസ്സിൽ ഇങ്ങനെ കുറച്ച് ഫോബിയാസ് വെച്ച് പഠിച്ച് പോവാം. അപ്പോൾ ഫോബിയാസ് ഇമ്പോർട്ടൻ്റ് ആണ്. PSCക്ക് വളരെ ഇഷ്ടമുള്ള ഒരു മേഖലയാണ് ഫോബിയാസ്. നമുക്ക് നോക്കിയാൽ അറിയാം, പലപ്പോഴും ചിലപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ കുറച്ച് ഫോബിയാസ് കൂടി ഞാൻ പറഞ്ഞു പോകാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫോബിയാണ് ഇത് സൈഗോഫോബിയ. ഫോബിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഫിയർ ആണ്, എന്തിനെങ്കിലും കുറിച്ചുള്ള പേടിയാണ്. ഇപ്പോൾ സൈഗോഫോബിയ ഇസ് റിലേറ്റഡ് ടു എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സൈഗോഫോബിയ റിലേറ്റഡ് ടു ഫുഡാണ്. ഫിയർ ഓഫ് ഫുഡാണ്, ഭക്ഷണത്തോടുള്ള പേടി. അതാണ് എന്ത്? സൈഗോഫോബിയ. അപ്പോൾ സൈഗോഫോബിയ എന്ന് വെച്ചാൽ എന്തിനോടുള്ള ഭയമാണ്? ഭക്ഷണത്തോട്. ഫിയർ ഓഫ് ഫുഡാണ് എന്തെന്ന് പറയുന്നത് സൈഗോഫോബിയ. അടുത്തത് ഒണിറോഫോബിയ. ഒണിറോഫോബിയ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒണിറോഫോബിയ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒണിറോഫോബിയ എന്താണ്? ഫിയർ ഓഫ് ഡ്രീംസ്, സ്വപ്നങ്ങളെ ഭയക്കുന്ന അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഒണിറോഫോബിയ എന്ന് പറയുന്നത്. ഫിയർ ഓഫ് ഡ്രീംസ് ആണ് ഏത്? ഒണിറോഫോബിയ. അടുത്തത് തനാട്ടോഫോബിയ. തനാട്ടോഫോബിയ എന്തിനോടുള്ള ഭയമാണ്? മരണത്തോടുള്ള ഭയം, മരണഭയം, അമിതമായിട്ടുള്ള, നോർമലി ഉള്ള ഭയമല്ല, അമിതമായിട്ടുള്ള ഭയം. അതാണ് എന്തെന്ന് പറയുന്നത് ഫോബിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മരണത്തോടുള്ള അമിത ഭയത്തെ നമുക്ക് എന്തെന്ന് പറയാം? തനാട്ടോഫോബിയ എന്ന് പറയാം. തനാട്ടോഫോബിയ റിലേറ്റഡ് ടു ഡെത്ത്. അടുത്തത് എന്താണ്? ഒക്ലോഫോബിയ. ഒക്ലോഫോബിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കൂട്ടത്തിനെ പേടി. ഫിയർ ഓഫ് ക്രൗഡ്, ആൾക്കൂട്ടത്തിനെ പേടിക്കുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും? ഒക്ലോഫോബിയ എന്ന് പറയും. അപ്പോൾ ഒക്ലോഫോബിയ റിലേറ്റഡ് ടു ക്രൗഡ്, ക്രൗഡിനെ പേടിക്കുന്നതാണ് ഒക്ലോഫോബിയ. അടുത്ത ലാസ്റ്റത്തത് മെത്തിഫോബിയ. മെത്തിഫോബിയ എന്ന് പറഞ്ഞാൽ പേരിലുണ്ട്, മെത്തി, മെത്തനോൾ, അങ്ങനെ കണക്ട് ചെയ്യുക. മെത്തിഫോബിയ എന്ന് വെച്ചാൽ ഫിയർ ഓഫ് ആൽക്കഹോൾ, മദ്യത്തിനെ പേടി. അതാണ് എന്തെന്ന് പറയുന്നത് മെത്തിഫോബിയ. മെത്തനോൾ, ആൽക്കഹോൾ, അങ്ങനെ കണക്ട് ചെയ്ത് വയ്ക്കുക. മെത്തിഫോബിയ ഇതിനോടുള്ള പേടിയാണ്, മദ്യത്തോടുള്ള പേടിയാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, സൈഗോഫോബിയ എന്തിനെ പേടിക്കുന്നതാണ്? ഫിയർ ഓഫ് ഫുഡാണ് സൈഗോഫോബിയ. അടുത്തത് ഒണിറോഫോബിയ, ഫിയർ ഓഫ് ഡ്രീംസ്. ഒണിറോഫോബിയ ഫിയർ ഓഫ് ഡ്രീംസ്. അടുത്തത് തനാട്ടോഫോബിയ, ഫിയർ ഓഫ് ഡെത്ത്, മരണത്തെ പേടിക്കുന്നതാണ് തനാട്ടോഫോബിയ. തനാട്ടോഫോബിയ ഫിയർ ഓഫ് ഡെത്ത്. അടുത്ത ഒക്ലോഫോബിയ, ഫിയർ ഓഫ് ക്രൗഡ്. ഒക്ലോഫോബിയ ഫിയർ ഓഫ് ക്രൗഡ്. അടുത്തത് മെത്തിഫോബിയ. മെത്തിഫോബിയ ഫിയർ ഓഫ് ആൽക്കഹോൾ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം മനസ്സിൽ വയ്ക്കുക. നമ്മൾ കോശമാണ് പഠിച്ചത് അല്ലേ, കോശത്തിൻ്റെ കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് കുറച്ച് പിതാക്കന്മാരൊക്കെയാണ്, ബോട്ടണി, പിന്നെ അതിൻ്റെ സുവോളജി, അതുപോലുള്ള അതിൻ്റെ കുറച്ച് പിതാക്കന്മാരൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ബയോളജി എന്ന വേർഡ് വന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കോശമാണ്, പിന്നെ കുറച്ച് ഫോബിയാസ്, ഒരു 5 ഫോബിയാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്.